കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരിയുടെ സസ്പെൻഷൻ പരിശോധിക്കാൻ പാർലമെന്റിൽ പ്രിവിലേജ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. അധിർ രഞ്ജൻ ചൗധരി സമിതിക്ക് മുന്നിൽ ഹാജരാകും. രഞ്ജൻ ചൗധരിയുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ശുപാർശ കമ്മിറ്റി സ്പീക്കർക്ക് കൈമാറിയേക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ആന്റണി ജിസ് ജോർജ് ചേരുകയാണ്. ആന്റണി, ഈ രാഹുൽ ഗാന്ധിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഒരു നടപടിക്ക് വിധേയനായി എന്ന രീതിയിൽ ചർച്ച ചെയ്തിരുന്നത് അധിർ രഞ്ജൻ ചൗധരിയുടേതാണ്. എന്തൊക്കെയാണ് ഈ വിഷയത്തിലുള്ള ഇന്നത്തെ പുരോഗതികൾ? തീർച്ചയായിട്ടും ഈ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനമാണ് അധിർ രഞ്ജൻ ചൗധരിയെ സ്പീക്കർ സസ്പെൻഡ് ചെയ്യുന്നത്. അത് അന്ന് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലാണ്. പെരുമാറി പാർലമെന്റിനകത്ത് നിലവിട്ട് പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. അന്ന് ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം ഈ മോദിയെ, മണിപ്പൂർ വിഷയത്തിൽ മോദിയുടെ മൗനത്തെ മൗനി എന്നർത്ഥം വരുന്ന നീരവ് എന്ന വാക്കുപയോഗിച്ച് അധിർ രഞ്ജൻ ചൗധരി വിശേഷിപ്പിച്ചിരുന്നു. അത് നീരവ് മോദി എന്ന് പറഞ്ഞത്, അതായത് നീരവ് മോദിയുമായി ഉപമിച്ചതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്ന് ഈ BJP എംപിമാരുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് BJP പരാതി നൽകുന്നതും പിന്നീട് ആ ദിവസം തന്നെ അധിർ രഞ്ജൻ ചൗധരിയെ ഈ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഈ പ്രിവിലേജ് കമ്മിറ്റിയുടെ രണ്ടാമത്തെ യോഗമാണ് ഇന്ന് ചേരുന്നത്. കഴിഞ്ഞ തവണ ആദ്യം ചേർന്ന യോഗത്തിൽ ഇത്തരത്തിൽ ഈ സസ്പെൻഷനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള പ്രിവിലേജ് കമ്മിറ്റിയിലെ അംഗങ്ങൾ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. കാരണം ഇതൊരു ഏകപക്ഷീയമായ നിലപാടാണെന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ സമിതിയുടെ അധ്യക്ഷൻ BJP MP സുനിൽ സിംഗ് ആണ്. ഇത്തരത്തിൽ ഈ സുനിൽ സിംഗിന് അടക്കമുള്ള ഈ അംഗങ്ങൾക്ക് ഉള്ളത് ഈ സസ്പെൻഷൻ ഇനി നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല, അത് പിൻവലിക്കാം എന്നുള്ള ഒരു നിലപാടാണ് പൊതുവെ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അധിർ രഞ്ജൻ ചൗധരി പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ അംഗമാണ്, അതുപോലെ തന്നെ കാര്യോപദേശക സമിതി അംഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകുന്നത് ആ സമിതികളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. സ്വാഭാവികമായും ഇന്നിപ്പോൾ 12:30-ക്കാണ് ആ യോഗം, പ്രിവിലേജ് കമ്മിറ്റിയുടെ യോഗം പാർലമെന്റിൽ ചേരുന്നത്. അധിർ രഞ്ജൻ ചൗധരിയോട് നേരിട്ട് ഹാജരാകാൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇന്ന് അധിർ രഞ്ജൻ ചൗധരി ഇന്ന് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകും. ഈ ശുപാർശ, അതായത് സസ്പെൻഷൻ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള ശുപാർശയും ഒരുപക്ഷെ ഇന്ന് തന്നെ സ്പീക്കർക്ക് കൈമാറും. സ്പീക്കറാണ് ഇനി സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അജിംഷാദ്. തീർച്ചയായും. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും നിർണായകമായ യോഗം ഇന്ന് നടക്കും. ഒരുപക്ഷെ അതിൻ്റെ കൺവീനർ സ്ഥാനത്തേക്കുള്ള തർക്കം പല വിധത്തിലും 26 പാർട്ടികളുണ്ട്. അതിൻ്റെ യോജിപ്പ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് പല തടസ്സങ്ങളും ഉയരുന്നുണ്ട്. അതുകൂടി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ ആന്റണി ജിസ് ജോർജ്. അജിംഷാദ്, നാളെയും മറ്റന്നാളുമായി മുംബൈയിലാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യ യോഗം പാറ്റ്നയിലാണ് ചേർന്നത്. അതിന് നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തതും ഒരുമിച്ച് മുന്നോട്ട് പോകാനും തീരുമാനിച്ചു. അതിനുശേഷം മുംബൈയിലാണ് രണ്ടാമത്തെ യോഗം നടക്കുന്നത്. ആ യോഗത്തിന് ശേഷമാണ് ഈ മുന്നണിക്ക് ഒരു പേര് ഒക്കെ നൽകുന്നതും. ഇന്ത്യ എന്നുള്ള പേര് നൽകി പോകുന്നതിന് ശേഷം, ഇന്ത്യ മുന്നണി രൂപീകൃതമായതിനു ശേഷം അടിയന്തര പ്രമേയം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ കൊണ്ടുപോരുന്ന കാഴ്ചയും ഒക്കെ കണ്ടിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് കൂടി പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും ഒരു കൺവീനർ, ഇന്ത്യ മുന്നണിക്ക് ഒരു കൺവീനർ വേണമോ, അക്കാര്യത്തിൽ അങ്ങനെയെങ്കിൽ ആരാകണം ആ കൺവീനർ? അതുപോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു സെക്രട്ടേറിയറ്റ്, ഈ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു സെക്രട്ടേറിയറ്റ് രൂപീകരിക്കണം. ഇക്കാര്യങ്ങളിലുള്ള ചർച്ചയാണെന്ന് പ്രധാനമായും ഈ 2 ദിവസം നടക്കുന്ന യോഗത്തിൽ ഉണ്ടാവുക. അതിൽ നിതീഷ് കുമാറിന്റെ പേര് കൺവീനർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ കൺവീനർ ആകണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ചില പാർട്ടികൾ. പക്ഷെ കോൺഗ്രസ് അക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പകരം നിതീഷ് കുമാർ തന്നെ ആകണമെന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള നേതാക്കൾ നിതീഷ് കൺവീനർ ആകുന്നതിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ആരാകും ഈ കൺവീനർ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. നമുക്കറിയാം, നിതീഷ് കുമാറാണ് ഇക്കാര്യങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഈ പാറ്റ്നയിലെ യോഗത്തിനൊക്കെ മുൻകൈ എടുത്ത തുടക്കം
കുറിക്കുകയും അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവുമൊക്കെ നിതീഷ് കുമാർ തന്നെയാണ്. മമതാ ബാനർജി അടക്കമുള്ള നേതാക്കളും നിതീഷ് കുമാർ കൺവീനർ ആകണമെന്നുള്ളൊരു താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ നിതീഷ് കുമാർ ആകുമോ എന്നുള്ള കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇത് ഏറ്റെടുക്കാനില്ല എന്നുള്ളൊരു നിലപാട് മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്നുള്ളത് ഈ സെക്രട്ടേറിയറ്റ് ആണ്. കാരണം ഡൽഹി ഈ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കേണ്ടതുണ്ട്. അതിന് ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെ ഒരു സംവിധാനം ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായി ഒരു സെക്രട്ടേറിയറ്റ് രൂപീകരിക്കാനുള്ള ഒരു നീക്കവും കൂടി, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും കൂടുതൽ പാർട്ടികൾ ഈ മുംബൈയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മുംബൈയിലെ 2 പ്രാദേശിക കർഷക പാർട്ടികളും ഈ യോഗത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളും പങ്കെടുക്കുന്നു. മുംബൈയിൽ യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും ഈ അജിത് പവാർ, ശരത് പവാറിന്റെ വിഷയവും NCPയുടെ വിഷയവും ഒക്കെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ അജിത് പവാർ ഒരു പക്ഷവുമായി പുറത്തുപോയൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ശരത് പവാറിന്റെ പക്ഷം അത് ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം തന്നെ നിൽക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി തന്നെ ഉണ്ട് മുംബൈയുടെ സാഹചര്യത്തിൽ. ഏതായാലും ഏറെ നിർണായകമായ ഒരു യോഗം തന്നെയാണ് ഇപ്പോൾ ഇനി ചേരാനിരിക്കുന്നത്. അജിംഷാദ്.